ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞാനും വിശാഖനും അമ്മയും പിന്നെ ഞങ്ങളുടെ വാവയും ഞങ്ങൾ 4 പേര് കൂടി പുറത്ത് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ക്ലിഫിലേക്കാണ്, വർക്കല ക്ലിഫിൽ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ ഗേറ്റൊക്കെ അടച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ കുറേ ലേറ്റായാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ മഴയൊക്കെ നന്നായിട്ട് പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം അവിടെ എത്തി. അപ്പോൾ ചൊവ്വാഴ്ചയാണ് പോയത്. അപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് വലിയ ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചു, പക്ഷെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി, വെളിയിലിറങ്ങി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് നിന്നു. ഇപ്പം ഭാവി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് നടക്കാനോ ഒന്നും പറ്റില്ല. അവളെയും കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മ അവളെയും കൊണ്ട് അവിടെ തന്നെ നിന്നു. ഞങ്ങൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ടു. എന്നിട്ട് അവിടെ നിന്നു. എന്നിട്ട് അവിടെ നിന്ന് എല്ലാം കണ്ടതിന് ശേഷം ഞാനും വിശാഖനും കൂടി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്ന് ഇരുട്ടിരുട്ട് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നതിൽ കുറച്ച് ഇരുട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ സൺസെറ്റ് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല, കാരണം മഴയായിരുന്നു, കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സൺസെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നല്ല ഫുഡൊക്കെ കിട്ടുമായിരുന്നു. അപ്പം ഫുള്ള് റെസ്റ്റോറൻറ്റും അതേപോലെ തന്നെ കോട്ടേജും ഒക്കെയാണ്. അപ്പം നമ്മുടെ ക്ലിഫ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കാണുക. ബെസ്റ്റ് ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസാണ് നമ്മുടെ വർക്കല ക്ലിഫ്. അതേപോലെ തന്നെ ഒട്ടനവധി ആൾക്കാർ ഇവിടെ വരുന്ന സ്ഥലം കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും വിശാഖനും കൂടി പതുക്കെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ആകാശമൊക്കെ നല്ല ചുവന്ന നിറത്തിലായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ഇരുട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും വാവയും കാറിലിരിക്കുകയാണ്. ഞാനും വിശാഖനും ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ഒരുപാട് ദിവസമായി, ഒരു മാസമെങ്കിലും ആയിക്കാണ് ഞാനൊന്ന് വെളിയിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് വിശാഖനും കൂടി ഉള്ളതുകൊണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, സ്ഥലം കാണാൻ കുഞ്ഞിനെയും കൊണ്ടും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ടാറ്റു സ്റ്റുഡിയോ, അതേപോലെ തന്നെ ഈ ഫോറിനേഴ്സൊക്കെ ഇടുന്ന ഓരോ ഡ്രസ്സുകൾ, പിന്നെ ഫുഡ്, കഫ്റ്റീരിയ, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു. എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് വായി നോക്കി ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ടാറ്റു സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ, എവിടെ നോക്കിയാലും ടാറ്റു സ്റ്റുഡിയോ ആയിരുന്നു. ഞങ്ങളതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു വന്ന് ഒരു സ്ഥലത്തെത്തി. ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ കടൽ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങൾ മാറി മാറി സെൽഫിയും അതേപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ അവിടെ വെച്ച് നമ്മുടെ പത്തരമാറ്റ് സീരിയലിലെ ആ വില്ലൻ അഭിയെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി. വിശാഖന് തൊണ്ടവേദന ആയതുകൊണ്ട് ചായ മാത്രമേ കുടിച്ചുള്ളൂ. അപ്പം ഞാനും അമ്മയ്ക്കും ഐസ്ക്രീം വാങ്ങിച്ച് നടന്നു വരികയാണ്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ. അങ്ങനെ നന്നായിട്ട് ഇരുട്ടി. അപ്പം ഞങ്ങൾ വീട്ടിൽ പോകാം എന്നുള്ളൊരു ഇതെത്തിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച്. അപ്പോൾ തിരിച്ച് പോയപ്പോഴും മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മോക്കൊരു പമ്പരവും ഒരു ടോയും വാങ്ങിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ഉമ്മ.